ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. സുഖത്തെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്. സാത്വികമായ സുഖം, രാജസികമായ സുഖം, താമസികമായ സുഖം. ഇവ മൂന്നും ഏത് പ്രകാരത്തിലാണെന്ന് വിവരിക്കുകയാണ്. അതിൽ ഇന്നലെ നമ്മൾ സാത്വികമായ സുഖം എന്താണെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു? ആദ്യം വിഷം പോലെയും പിന്നീട് അമൃത് പോലെയും അനുഭവമാകുന്ന സുഖമാണ് സാത്വികമായ സുഖം. ആദ്യത്തിൽ അല്പം വിഷമങ്ങളായിരിക്കും നമുക്ക് അനുഭവമാവുക. എന്നാൽ ആ വിഷമങ്ങൾ സഹിച്ച് മുന്നേറിയാൽ പിന്നീട് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ പദത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ സുഖമായിരിക്കുന്ന രാജസിക സുഖം എപ്രകാരത്തിൽ ആണെന്ന് പറയുകയാണ്. വിഷയേന്ദ്രിയ സംയോഗാത് യത്തദഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തത് സുഖം രാജസം സ്മൃതം. അതിൻ്റെ വിവർത്തനം ഒന്ന് കേൾക്കാം. വിഷയേന്ദ്രിയ ബന്ധത്താലമൃതം പോലതാദ്യവും ഒടുക്കത്തിൽ വിഷം പോലെ ആ സുഖം രാജസമോദിടും. വിഷയേന്ദ്രിയ ബന്ധം കൊണ്ട്, അതായത് കണ്ണും രൂപവും തമ്മിൽ ബന്ധം പുലർത്തുമ്പോൾ, അതാണ് കണ്ണാകുന്ന ഇന്ദ്രിയവും അതിൻ്റെ വിഷയമാകുന്ന രൂപത്തിൽ ബന്ധപ്പെടുമ്പോൾ അത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നല്ല സുഖം തോന്നും, ഇഷ്ടമില്ലാത്തതാണെങ്കിൽ വിപരീതമായ ദുഃഖവും തോന്നും. എന്നാൽ ഇപ്രകാരം 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയും വിഷയങ്ങൾ അനുഭവിക്കുമ്പോൾ സുഖം തോന്നും. പിന്നീടത് ദുഃഖത്തിൽ പര്യവസാനിക്കും. ഏതുപോലെ നമ്മുടെ ദേഹത്തെ കാലിൽ ചില അണുബാധയാൽ ചൊറിച്ചിലുണ്ടാവാറുണ്ട്. ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വളങ്കടി എന്ന് പറയും. അത് കാലിൽ വന്നു കഴിഞ്ഞാൽ ഒരുതരം അണുവിൻ്റെ പ്രവർത്തനമാണത്, രോഗാണുവിൻ്റെ പ്രവർത്തനമാണ്. നല്ല ചൊറിച്ചിലാണ്, അസഹ്യമായ ചൊറിച്ചിലുണ്ടാവും. ഈ ചൊറിച്ചിൽ വരുമ്പോൾ നാം അവിടെ നന്നായി മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സുഖമാണ്. എത്ര കണ്ട് മാന്താൻ കഴിയുന്നോ അത്ര കണ്ട് പരമസുഖമാണ്. പക്ഷേ കുറേ സമയം മാന്തി കഴിയുമ്പോൾ ആ തൊലിയൊക്കെ പൊട്ടി വ്രണമായി വരും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നീറ്റലും അസഹ്യമായ വേദനയും അനുഭവപ്പെടും. ആദ്യത്തിൽ എപ്രകാരമാണോ സുഖം അനുഭവിച്ചത് അതിൻ്റെ എത്രയോ ഇരട്ടി ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള സുഖത്തിനാണ് രാജസ സുഖം എന്ന് പറയുന്നത്. ആദിയിൽ നമുക്ക് പരമസുഖമായി തോന്നും, അതിൻ്റെ അവസാനം ദുഃഖത്തിൽ പര്യവസാനിക്കും. ഇപ്രകാരം എല്ലാ ലോക വിഷയങ്ങളും സുഖപ്രദം മാത്രമല്ല, ദുഃഖപര്യവസായിയാണ്. ആദ്യത്തിൽ സുഖം തോന്നും, പിന്നീട് അത് ദുഃഖത്തിലും കലാശിക്കുന്നു. ആദ്യം സുഖം തോന്നുന്ന ഒന്നാണല്ലോ ഒരു യുവാക്കൾ തമ്മിലുള്ളത്. പയ്യനെ കണ്ടപ്പോൾ പെണ്ണിനും പെണ്ണിനെ കണ്ടപ്പോൾ പയ്യനും വിദ്യാലയത്തിലേക്ക് പഠിക്കാൻ പോയ കുട്ടികളാണ്. അവർ തമ്മിൽ ആകൃഷ്ടരായി, അവർ ക്ലാസ്സിൽ പോകാതെയായി, ലോഡ്ജിൽ മുറിയെടുത്തു. അങ്ങനെ ഒന്നിച്ചവർ കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഭവിഷ്യത്തറിയുന്നത്. അതിൽ പിന്നീടവർ അനുഭവിക്കുന്നത് തീരാത്ത ദുഃഖമല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ യാതൊന്നാദ്യം അമൃത് പോലെയും പിന്നീട് വിഷം പോലെയും ഉള്ള സുഖത്തിനാണ് രാജസികമായ സുഖം എന്ന് പറയുന്നത്. വിഷയേന്ദ്രിയ ബന്ധത്താലമൃതം പോലെയാദ്യവും ഒടുക്കത്തിൽ വിഷം പോലെ സുഖം രാജസമോദിടും. ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടതുമാണ്.
ഈ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതുമാണ്. ഈ നിമിഷത്തിലും ഇത്തരം രംഗങ്ങൾ നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ നാം ആദ്യത്തെ സുഖമാണ് ആഗ്രഹിക്കേണ്ടത്. സാത്വികമായ സുഖം ആദ്യം കുറച്ച് ക്ലേശങ്ങൾ സഹിച്ചാലും പിന്നീട് അനന്തമായ സുഖത്തിൻ്റെ ഉടമകളായിത്തീരും നമ്മൾ. ആ ആത്മീയമായ കാര്യങ്ങൾ ശ്രവണം ചെയ്യുന്നതും നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും സജ്ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതുമൊക്കെ ആദ്യത്തിൽ അല്പം വിഷമം പോലെ തോന്നും. പക്ഷേ അതിൻ്റെ അനന്തരഫലം അമൂല്യമായിട്ട് അനുഭവപ്പെടും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ കഷ്ടതകൾ മുമ്പ് കുട്ടിക്കാലത്തുണ്ടായിരുന്നു. സത്സംഗത്തിന് പോകുമ്പോഴും ധാരാളം വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകും. അതെല്ലാം സഹിച്ച് മുന്നേറാൻ നമുക്ക് ജന്മാന്തര സുഹൃതം കൊണ്ട് ഒരു അന്തഃപ്രചോദനം കിട്ടി. ആ പ്രചോദനമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അതാണ് പാലാഴി മഥനം നടത്തിയ സമയത്ത് ആ മന്ദരപർവ്വതം താഴ്ന്നുപോയി. അപ്പോൾ മന്ദരപർവ്വതമെന്ന് നമ്മുടെ മന്ദരമെന്ന് പറയുന്നത് തന്നെ മന്ദരപർവ്വതമെന്ന് പറയുന്നത് തന്നെ നമ്മളിൽ നാം ഇതിനു മുമ്പ് ചെയ്തു വെച്ച സുകൃത കർമ്മങ്ങളാണ്. ആ സുകൃത കർമ്മങ്ങളൊക്കെ ആണ്ടുപോയി കഴിയുമ്പോൾ ഭഗവത് അനുഗ്രഹത്താൽ, അതാണ് കൂർമാവതാരത്താൽ, അത് മുകളിലേക്ക് ഉയർത്തി നമ്മുടെ മനസ്സാകുന്ന പാലാഴിയെ മതിക്കുമ്പോൾ നമുക്ക് അനന്തമായ പല വൈഭവങ്ങളും അനുഭവിക്കാനും അറിയാനും സാധിക്കുന്നു. ഇതാണ് നാം രാജസികമായ സുഖമല്ല ആഗ്രഹിക്കേണ്ടത്. നാം സാത്വികമായ സുഖം അനുഭവിക്കാനുള്ള കർമ്മങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത്. അതിനാൽ വിഷയേന്ദ്രിയബന്ധത്താലമൃതം പോലെയാദ്യവും ഒടുക്കത്തിൽ വിഷം പോല സുഖം രാജസമോദിടും.